എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വയനാട്ടിലെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് 900 കണ്ടിലെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പോയ സ്ഥലമാണ് ഇവിടെ സൂചിപ്പാറ വെള്ളച്ചാട്ടം. അതിനടുത്ത് തന്നെയാണ് സൂചിപ്പാറ വെള്ളച്ചാട്ടവും. പോകുന്ന വഴിയുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ചുറ്റും തേയിലത്തോട്ടാണ്. നമ്മൾ സൂചിപ്പാറയിൽ എത്തിയിട്ടുണ്ട്. സൂചിപ്പാറയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരുപാട് സ്റ്റെപ്പുകൾ ഇറങ്ങിക്കൊണ്ടാണ്, കാടിന് നടുവിലൂടെ ഒരുപാട് സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ടാണ് നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത് കേട്ടോ. നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ്. നല്ല കുളിർമയും നല്ലൊരു ദൃശ്യഭംഗിയാണ് അവിടെ കാണാൻ വേണ്ടിയിട്ട്. ചുറ്റും പീക്കുകളാണ്. ഇതിനിടയിലൂടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ആ വെള്ളച്ചാട്ടത്തിൻ്റെ അല്പഭാഗങ്ങൾ. ചെറിയ ചെറിയ സ്റ്റെപ്പാണ് അങ്ങോട്ട് പോകുന്തോറും ഉണ്ടാവുക. ഇവിടെ ദിവസവും 500 പേർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ഭാഗ്യത്തിനാണ് നമുക്ക് അവിടെ പോകാൻ പറ്റിയത്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ്. പ്രകൃതി സെൻസിറ്റീവായ ഏരിയ ആയതുകൊണ്ടാണ്. അതിമനോഹരമാണ് അവിടെ. നമുക്ക് എത്ര നടന്നാലും ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ അവിടെ. എന്നാലും നമുക്ക് തളരില്ല. കാരണം അവിടെ നല്ലൊരു ഓക്സിജൻ സപ്ലൈ കിട്ടുന്നൊരു സ്ഥലമാണ്. അത്രയും നല്ലൊരു സ്ഥലത്ത് കുറച്ച് സമയം നിൽക്കാൻ പറ്റുന്നത് തന്നെ നമ്മളെ ഹെൽത്തിന് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളിപ്പോൾ സൈൻ ബോർഡ്സൊക്കെ കാണുന്നുണ്ട്. അവിടെ ടൈഗേഴ്സൊക്കെ ഇറങ്ങുന്നുണ്ടെന്ന് പറയുന്ന ഒരു ബോർഡ് കണ്ടിട്ടുണ്ട്. പിന്നെ അതിൽ എഴുതിയിട്ടുള്ളൊരു കാര്യം, ഒരു പുത്രന് തുല്യമാണ് ഒരു മരം, 10 പുത്രന്മാർക്ക് തുല്യമാണ് ഒരു മരം എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്. അതൊക്കെ വായിച്ചുകൊണ്ടാണ് നമ്മൾ താഴോട്ടേക്ക് ഇറങ്ങുന്നത്. ഇവിടെ കുറേ ഫോറസ്റ്റിൻ്റെ ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു ടെൻറ്റ് പോലത്തെ ഒരു ഏരിയയാണ് അവിടെ കാണുന്നത്. അവരവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. കുറേ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇവിടെ കാണുന്നുണ്ട്. ഇതാണ് ശരിക്കും ആ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. സൂചിപ്പാറ വാട്ടർഫോൾ. നമ്മൾ പോയ സമയത്ത് അവിടെ വെള്ളം കുറച്ച് കുറവായിരുന്നു. ഒരുപാട് ആളുകൾ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. അവർ അതിൽ ആർത്തുല്ലസിക്കുകയാണ്. നമ്മൾ പക്ഷേ കുളിക്കാനൊന്നും നിന്നില്ല. അവരൊക്കെ അതിൻ്റെ താഴെ തന്നെ ഇരുന്ന് കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നല്ലൊരു കുളിർമയുള്ളൊരു വെള്ളമാണ്. കുളിച്ച് കഴിഞ്ഞ് നമ്മൾ നല്ല റീഫ്രഷായി എന്ന് വേണമെങ്കിൽ പറയാം. ഈ സ്ഥലത്താണ് മുണ്ടക്കൈ ചുരൽമലയിൽ നിന്നുണ്ടായ അവശിഷ്ടങ്ങൾ, ഉരുൾപൊട്ടലിലെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ വന്ന് അടിഞ്ഞത് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു അവശേഷിപ്പ് അവിടെ കാണുന്നുണ്ട്. അത്രയും ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ആരും മിസ് ചെയ്യരുത്. എല്ലാവരും പോയി അടിച്ചു പൊളിക്കൂ.